അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ കാട്ടാളൻ ടീസർ റിലീസ് ആയിട്ടുണ്ട്. സിനിമയിലെ നടനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റണി പെപ്പെ. ഇനി അടിയും ബേളും ഒക്കെ ആണോ എന്നുള്ളത് കണ്ടറിയാം. സോ വിത്തൗട്ട് ഫർദർ അഡ്യൂ, ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. ഓക്കെ, ആനക്കൊമ്പ് വേട്ടയാണോ തോന്നുന്നു. ദൈവമേ, പുഷ്പാലയിനുള്ളതാണെന്ന് തോന്നുന്നു. ദൈവമേ, ആനേതോ എട്ട് നിർത്തിയിട്ടൊക്കെ അടിച്ചിരുന്നു. കണ്ണൊക്കെ കുഴപ്പം. അടി വിട്ട് ഇതിന് വേറൊരു കളിയില്ല എന്നുള്ളതാണ് പുള്ളിക്ക്, അല്ലേ? ഇത് സംഭവം ആന വേട്ടയാണ് അപ്പം പരിപാടി. ഇത്രയേ ഉള്ളൂ, ട്രെയിലർ ഇത്രയേ ഉള്ളൂ. വേറെ അതിനകത്ത് കൂടുതൽ കാണാനായിട്ടൊന്നുമില്ല. ട്രെയിലർ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്തൊരു സീനുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇത് തന്നെ ആനേതോ കയ്യിൽ വെട്ടുകത്തിന്നെ. ഞാൻ അതാ നോക്കിയത്. ഐ മീൻ ലൈക്ക് ഇതാണോ ആക്സ് ആണോ അതോ ഈ തോക്കൊല്ലാണോ നോക്കിയതാണ്. പക്ഷെ ഇത് തന്നെ സംഭവം. ദൈവത്തിനറിയാം എന്താണ് പരിപാടി എന്നുള്ളത്. സോ ആശാന് പിന്നെ അടി ഇടിയൊന്നും വിട്ടിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, അറിയാമല്ലോ. നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം എന്താണ് ആശാൻ ഈ അടിയും ബഹളമൊന്നും ഇല്ലാതെ പരിപാടിയൊന്നും നടക്കത്തില്ല. പുള്ളിയുടെ വേറൊരു സ്റ്റൈൽ മൂവി ഞാൻ കണ്ടിട്ടുമില്ല. എല്ലാത്തിലും അടി തന്നെയാണ്. അതിൽ ഇനി ക്യാമിയോ ആയിട്ട് ഏതൊരു മൂവിയിലും കണ്ടോ ക്യാമിയോ ആയിട്ടൊക്കെ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിലും പുള്ളി ഒരു ഈ അടിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. പക്ഷെ എനിക്കിതിൽ കറക്റ്റായിട്ട് അങ്ങോട്ട് കാര്യം എന്താണെന്നുള്ള ഒന്നും മനസ്സിലായത്. ടീസറാണ്. ട്രെയിലർ ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വിശദമായിട്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാവുമായിരിക്കും, അല്ലത് ഉറപ്പില്ല. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. പുള്ളി കണ്ടിട്ടൊരു അതിന് പോച്ചർ എന്നല്ലേ പറയുന്നത്, ഈ ആനവേട്ട, ഈ പുലിവേട്ട, ഇങ്ങനത്തേക്കുള്ള സംഭവം. സോ അതങ്ങനെ വരുന്നു. പിന്നെ എന്നിട്ട് അതിനെ തടുക്കാനായിട്ട് കുറേ ആൾക്കാർ, ഞാൻ കഥ പറയുന്നില്ല, ബട്ട് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് അതൊക്കെയാണ്. പിന്നെ ഇതിനിടയിൽ ടൺ ഓഫ് വയലൻസും ഉണ്ട്. ലൈക്ക് അടി, ഇടി, ബഹളം, ഇടി തന്നെയാണ്. പിന്നെ ആനയെ മഴ കൊണ്ടൊക്കെ അടിച്ചിടുന്നുണ്ട്. ഇതെന്താണെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. എന്തേലും അടിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബാക്കി നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷവും സിനിമ കണ്ടതിന് ശേഷവും ബാക്കി കാര്യങ്ങൾ പറയാം. സോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തൂടെ ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് ഹൂവർ ഈസ് വാച്ചിങ്, മേക്ക് ഷുവർ ദാറ്റ് ഒരു സബ്സ്ക്രിപ്ഷൻ ഇട്ടോ കേട്ടോ. കാരണം എല്ലാ ദിവസവും എവറി ഡേ ലൈക്ക് ഐ എം കമ്മിങ് വിത്ത് കണ്ടന്റ്. സോ ലേറ്റസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങളോ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ കാണാം. വേറെ കൂടുതലായിട്ട് ഇപ്പൊ എന്ത് പറയാനാ, ആനയൊക്കെ തല്ലി കൊല്ലുമല്ലേ, ആ അവസ്ഥ വരെ എത്തി. എന്ത് പറയാനാ. ഓക്കെ, പിന്നെ കാണാം.